ഒന്ന് വിടേട്ടാ. ഞാൻ വിടത്തില്ല. പറ്റുമെങ്കിൽ വിടിപ്പിച്ചോ. അയ്യോ ഒന്ന് വിട് ചേട്ടാ. വീടില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ പ്ലീസ് ചേട്ടാ. പ്ലീസ് എന്ന് പറഞ്ഞോണ്ടേ ഇപ്പൊ ഞാൻ വിടാം. ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഞെക്കി പൊട്ടിച്ചേനെ ഞാൻ. അല്ല എന്തിനാ ഇത്ര സന്തോഷം? നമുക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് നിന്നും ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന അതിനുള്ള തെളിവാണ് ഇന്ന് നമ്മുടെ ഏട്ടത്തി ഇവിടെ കളിച്ച കളി. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഈ രാജ്യത്ത് നിന്നും പോലും ഒരു ചെക്കനെ കിട്ടാത്ത അവസ്ഥയിലാക്കി മാറ്റിയില്ലേ. കല്യാണക്കാര്യത്തില് നമ്മൾ എന്ത് പ്രഷറാണോ ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോ ആ എമർജൻസി സിറ്റുവേഷൻ ഹോൾഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കാം. എന്റെ ഭാര്യയെ കെട്ടാൻ ഇനി ഒരാളും വരില്ല. കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്ന ഭർത്താവ് ഈ ലോകത്ത് എനിക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഉണ്ടാവില്ല. നല്ല മനസ്സുള്ള ഒരാള് എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത് എന്റെ ഭാഗ്യാണെന്ന് കരുതണോ? എനിക്ക് എന്നോട് തന്നെ ദയ തോന്നുന്ന ഒരവസ്ഥയിലുള്ളതിന് നിർഭാഗ്യമാണെന്ന് കരുതണോ? എന്താ വേണ്ടത്? നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ എന്റെ ഭാര്യയുടെ ജീവിതത്തില് മറ്റൊരു പുരുഷനോ എന്റെ ജീവിതത്തില് വേറൊരു സ്ത്രീയോ കടന്നു വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ട് ദയവായിട്ട് നമുക്കിപ്പോ നല്ലൊരു ചാൻസ് തന്നു എന്നാ എനിക്ക് പറയാനുള്ളത്. എനിക്കെന്തായാലും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമേ മനസ്സിനുള്ളിൽ യാതൊരു ഭാരവും ഇല്ലാതെ നല്ല സന്തോഷമുണ്ടോ. എനിക്ക് പക്ഷെ ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. എന്റെ കല്യാണം നടത്താൻ വേണ്ടി നിഹാരിക എന്തെങ്കിലും ഒരു പ്ലാനുമായിട്ടായിരിക്കും വരിക തോന്നുന്നുണ്ട് എനിക്ക്. ചക്കിന് വെച്ചത് കൊക്കിനാണ് കൊണ്ടതെന്ന് പറഞ്ഞതുപോലെ നീ ഇങ്ങനെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ടിട്ട് അവസാനം നല്ല പണി വാങ്ങും. ഒരു വശത്ത് നിഹാരയുടെ കല്യാണവും നടക്കുന്നില്ല, മറുവശത്ത് അവന് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നുമില്ല. എന്തൊരു കഷ്ടമായത്. അതാ നിഹാരിക വന്നല്ലോ. എന്താ എല്ലാവരും ഡള്ളായിട്ട് നിൽക്കുന്ന? ലാവണ്യ ഒരു പണി ഒപ്പിച്ചതാ. ബാക്കിയുള്ളവരെല്ലാരും കൂടി 14 ലോകവും കണ്ടു. എന്താ ഉണ്ടായത്? സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ചേട്ടാ ഇപ്പൊ അത് വേണോ? എന്തായാലും അവളത് അറിയുമല്ലോ. എന്താ ഉണ്ടായത്? അവനിക്ക് നല്ല കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി ഇന്ന് മാരേജ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നു. ആവനി നിലവില് വേദവതി അമ്മയുടെ വീട്ടിലെ അതിഥിയാണ്. ആവനിക്ക് ഒരു ചേട്ടനല്ലാതെ വേറെ ആരുമില്ല. വേദവതി അമ്മയുടെ മകനായ ശ്രീകറുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് കരുതി കുടുംബ നിയമാവലിക്ക് ചേർന്ന ജാതകം ആവനിക്കില്ലാത്തത് കൊണ്ട് കല്യാണം നടത്താതിരിക്കാൻ തീരുമാനിച്ചു. കോടീശ്വരന്മാർക്കോ NRI ആയിട്ടുള്ളവർക്കോ വിദേശത്ത് സെറ്റിലായിട്ടുള്ളവർക്കോ ആവനിയെ കല്യാണം കഴിക്കാൻ മുന്നോട്ട് വരാം എന്ന് ആവനിയുടെ ചേച്ചിയെ പോലെയുള്ള ലാവണ്യ. എന്താ ചേച്ചി, എന്താ നിങ്ങളിപ്പോ കാണിച്ചത്? നമ്മളൊന്ന് തീരുമാനിച്ച ദൈവം മറ്റൊന്ന് തീരുമാനിക്കുമെന്നല്ലേ? ഞാനിതല്ല പ്രതീക്ഷിച്ചത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. സോറി നിഹാരിക. ഉള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉള്ളെന്ന് ഞാൻ കരുതിയത്. ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്താ ഞങ്ങൾക്കാർക്കും ബുദ്ധിയില്ലേ? ബുദ്ധിയൊക്കെ ഉണ്ടാളിയാ, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞതാ. ദിസ് ഈസ് ടു മച്ച്. അയ്യോ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാ എന്റെ പ്ലാൻസ് ഒക്കെ വെറുതെ ആയി പോവും ചേച്ചി. ഇനി ആവനിയുടെ കല്യാണം നടക്കില്ല. ശ്രീകരേട്ടനെ കെട്ടാനും ഇപ്പൊ എളുപ്പമായി. നീ ഇനി ആഗ്രഹം മറക്കുന്നതാ നിഹാരിക നല്ലത്. അവസ്ഥ കണ്ടിട്ട് എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എന്റെ ജീവൻ പോയാലും ശരി, ശ്രീകരനെ ഞാൻ വിടില്ല. ആവനി ശ്രീകരനെ സ്വപ്നത്തിൽ പോലും സ്വന്താക്കില്ല. ഇനിയിപ്പോ ആവനിയുടെ കല്യാണക്കാര്യത്തിൽ എന്ത് ചെയ്യും? പറയാം. അമ്മേ, അച്ഛാ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വരാമോ? എന്തിനാ വിളിക്കുന്നത്? എന്താ നിന്റെ പ്ലാൻ?
വെയിറ്റ് ആൻഡ് സീ. എന്താ മോളെ? ആവനിയുടെ കല്യാണക്കാര്യത്തില് ലാവണ്യ ചേച്ചി ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അവനിയുടെ കല്യാണ കാര്യത്തിൽ ലാവണ്യ ബാധ്യത ഏൽക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അനാവശ്യ കാര്യത്തിൽ ഇടപെട്ട് അതിങ്ങനെയൊക്കെ ആക്കി. ആവനിയുടെ ഫ്യൂച്ചറിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ ഒന്നും ഇങ്ങനെ ആലോചിക്കണ്ടേ നിഹാരിക. ദൈവം എനിക്ക് നല്ലൊരു ജീവിതം തരും. കാറ്റത്ത് ദീപം തെളിയിച്ച് ദൈവമേ നീയാണ് തുണ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ അവനി? ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ലൈഫ്. പറ്റുമെങ്കിൽ 2 കല്യാണവും ഒരേ പന്തല് നടത്താമെന്ന് ഞങ്ങൾ കരുതുമ്പോ ഇവൾ അതെല്ലാം നശിപ്പിച്ചു. നാളെ ഒരിക്കല് ലാവണ്യ ചെയ്തതിനെ കുറിച്ച് സുജാത എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ ഞങ്ങള് പിന്നെ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അവള് ഞങ്ങളെ തെറ്റിദ്ധരിക്കും. സുജാത ചേച്ചി അങ്ങനെയൊന്നും കരുതില്ല അമ്മേ. സന്തോഷാവേ ഉള്ളൂ. കല്യാണം നടക്കില്ല എന്ന് കേട്ടാ ഉടനെ സന്തോഷിക്കുകയാണോ ചെയ്യുന്നേ? എന്താടാ ഈ പറയുന്നേ? സന്തോഷിക്കെന്ന് വെച്ചാ ഐ മീൻ എന്ത് തന്നെ വന്നാലും അവനിയുടെ നല്ലതിനല്ലേ ഓർത്ത് സന്തോഷിക്കെന്നാ പറഞ്ഞേ. അയ്യേ, വർക്കൗട്ട് ആയില്ല. എന്തോ കവർ ചെയ്തതുപോലെ ഉണ്ട്. ആ, എനിക്കും തോന്നി. അവനിക്കൊരു നല്ല ആലോചന കണ്ടെത്താൻ ഇനി എത്ര കഷ്ടപ്പെടേണ്ടി വരുമോ എന്തോ. ആന്റി, എന്റെ കാര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. എന്റെ അമ്മേ, ആവനിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആവനിയുടെ കല്യാണം പെട്ടെന്ന് നടത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആവനിയുടെ കല്യാണം ലേറ്റായി പോകുമെന്നോ അതല്ല ഇനി അത് നടക്കില്ലെന്നോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഈ വീട്ടിലെ ഭാവി മരുമകളായിട്ടുള്ള ഞാൻ ആവനിയുടെ കല്യാണ ബാധ്യത ഏറ്റെടുത്തോളാം. എന്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് വാക്ക് കൊടുത്തേ. എന്തായിരിക്കും ഇവളിനി കണക്ക് കൂട്ടുന്നത്? സുജാത ചേച്ചി ആവനിക്ക് എങ്ങനത്തെ ഭർത്താവിനെയാണ് ചോദിച്ചതെന്ന കാര്യം എനിക്ക് പിൻ ടു പിൻ ഓർമ്മയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ജസ്റ്റ് 1 വീക്ക് സമയം മതി. ബുദ്ധനെ പോലൊരു ബുദ്ധിമാനെ, രാമനെ പോലൊരു സൽസ്വഭാവിയെ, വലിയ സമ്പാദ്യമുള്ള NRI ആയിട്ടുള്ള ഒരാളെ അന്വേഷിച്ച് ഞാൻ കണ്ടെത്തിക്കോളാം. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്തും. ആവനിയുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ജസ്റ്റ് ഒരു 1 വീക്ക്. ആവനിയുടെ കാര്യത്തിലെ താൻ അത്രയും സ്ട്രെയിൻ എടുക്കണ്ട നിഹാരിക. സംഭവിക്കാനുള്ളത് സംഭവിച്ചോളും. എന്തിനാ അങ്ങനെ കരുതുന്ന ശ്രീകർ? നിഹാരിക ഒരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്. ഒരു വശത്ത് അവളുടെ കല്യാണമാണെങ്കിലും മറുവശത്ത് ആവനിയുടെ കല്യാണത്തെക്കുറിച്ച് അവള് ചിന്തിക്കുന്നില്ലേ? അതൊരു വലിയ കാര്യമല്ലേ? അതെ വേദ, നിഹാരിക എത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെങ്കിലും നടക്കും. നിഹാരിക നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യൂ എന്ന് നിങ്ങളെല്ലാവരും അത്ഭുതപ്പെടുന്ന പോലെ ഒരാളെ ഞാൻ കൊണ്ടുവന്നിരിക്കും. മോളെന്റെ ദേവി തന്ന ഭാഗ്യ. അവനി, ഡോണ്ട് വറി, ബി ഹാപ്പി. അമ്മ ഇനി വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. ശരി മോളെ.
നീ പറയുന്ന കേട്ടിട്ട് ഓൾറെഡി ആരെയോ കണ്ടുവച്ച പോലെയുണ്ട്. സമയാകുമ്പോ എല്ലാം അതിന്റെ വഴിക്ക് സംഭവിച്ചോളും. കുറച്ചു ദിവസത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ലെന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞത്? സന്തോഷിച്ചില്ലേ നമ്മള്? അപ്പോഴേക്കും അവൾ ഇങ്ങനൊക്കെ ചെയ്തത് കണ്ടില്ലേ നിങ്ങള്? എനിക്കെതിരെ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതോ ഒരുത്തനെ കൊണ്ടുവന്ന് എന്നെ പറഞ്ഞയക്കാൻ നോക്കുക. എനിക്ക് നിങ്ങളെ വിട്ട് പോകാൻ പറ്റില്ല. എന്റെ ജീവിതത്തിലേക്ക് ഇനി മറ്റൊരാളും വരണ്ട. നിന്നോളം സുന്ദരമായ അത്ഭുതങ്ങള് ഈ ഭൂമിയിൽ വളരെ അപൂർവമാണ് അവണി. നിന്നെപ്പോലുള്ള അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവൻ മഹാനാണെങ്കിൽ അത് സ്വന്തമാക്കുന്നവനാണ് ഭാഗ്യവാൻ. ഐ ആം ലക്കി ഫെല്ലോ. അവണി, എടാ, അവിടെ എന്തോ ആക്സിഡന്റ്. ഒന്ന് വന്നടാ. ഇവള് തീർന്നെന്നാ തോന്നുന്നേ. ഇനി അധികം ഇവിടെ നിന്നാ റിസ്കാ. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകണം. ആരെങ്കിലും ഒരു ആംബുലൻസ് വിളിക്ക്. രക്തം നന്നായിട്ട് വരുന്നുണ്ടല്ലോ. എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? എന്താ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നേ? ആവണി ആലോചിച്ച് നല്ല മൂഡിലൊരു ഫീലിൽ ഇങ്ങനെ വന്നതാ. ഛേ, എന്നിട്ടിപ്പോ ഇങ്ങനെ ആയല്ലോ. വെരി ബാഡ് ഡേ. കണ്ടു കാണില്ലല്ലോ. എന്താ ഉണ്ടായത്? ചേച്ചി, എഴുന്നേക്ക് ചേച്ചി. ചേച്ചി, എന്താ ഉണ്ടായത്? എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ആരോ കാർ കൊണ്ടിടിച്ചതാ മോളെ.
അയ്യോ ചോര നിൽക്കുന്നില്ലയോ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി നോക്ക്. മോള് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടോക്കോ. ഒരു ഓട്ടോ വിളിക്കൂ പ്ലീസ്. ശരി മോളെ. ചേച്ചി എഴുന്നേക്ക്, ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ഓട്ടോ വന്നു മോളെ. ആരെങ്കിലും ഒന്ന് സഹായിക്കോ? ചേട്ടാ വണ്ടി ഒന്ന് വേഗം വിട് ചേട്ടാ. ശരി മോളെ. ചേച്ചി ചേച്ചി ഒന്ന് എഴുന്നേക്ക് ചേച്ചി. നിങ്ങൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആ ഇടിയറ്റ് ആരാണ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞോ? വെറുതെ വിടില്ല ഞാൻ. എന്നെ എവിടെ സമാധാനമായിട്ട് നിൽക്കാൻ സമ്മതിക്കില്ലേ? ഇവിടെ എന്ത് ഭൂമി കുലുക്കം ഉണ്ടായിട്ടാ അർജന്റായിട്ട് വരാൻ എന്നോട് പറഞ്ഞേ? വികാസ് ചെയ്തത് കേട്ട് കഴിഞ്ഞാ ഭൂമി ചിലപ്പോ കുലുങ്ങും മോളെ. എന്താ ഉണ്ടായേ? ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ? അതെ. ഏതോ ഒരു വഴിയാത്രക്കാരെ ഇടിച്ചു എന്നാ പറയുന്നേ. അവിടെ കണ്ടവര് തിരിച്ചറിഞ്ഞാലും CC ക്യാമറാസ് ഉണ്ടെങ്കിലും വികാസിനെ തിരിച്ചറിയും. ഏത് നിമിഷം വേണമെങ്കിലും വീട്ടിലേക്ക് പോലീസ് എത്തും. നിങ്ങൾ ടെൻഷൻ അടിച്ച് എന്നെയും കൂടെ ടെൻഷൻ ആക്കരുത്. ആളുകൾ കൂടുന്നതിന് മുമ്പേ ഞാൻ അവിടുന്ന് വന്നില്ലേ? CC ക്യാമറയുടെ കാര്യമാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ആക്സിഡന്റ് എവിടെ വെച്ചാ സംഭവിച്ചേ? കാക്കനാട് ഭാഗത്തെ ഒരു ഏരിയയിൽ വെച്ചായിരുന്നു. ആ ഭാഗത്ത് വെച്ചോ? അവർക്ക് ജീവനുണ്ടോ അതോ മരിച്ചുപോയോ? അതൊന്നും എനിക്കറിയില്ല. നിന്നെ കണ്ടിരുന്നോ? കണ്ടിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ ആ ടെൻഷനിൽ അതൊന്നും നോട്ട് ചെയ്തില്ല. കണ്ടാൽ എത്ര പ്രായം ഉണ്ടാവും? കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു? 30-35 ഒക്കെ കാണും. ആളൊരു മിഡിൽ ക്ലാസ് ലേഡിയാ. ആ ഏരിയയിലെ ആവനയുടെ ഫ്രണ്ട് സുജാത ഉള്ളേ. ആക്സിഡന്റ് നടന്ന സമയത്ത് സുജാത അബദ്ധത്തിൽ അങ്ങ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ മറക്കില്ല. എന്നെങ്കിലും നീ അവരുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് അവര് പുറത്തു പറയും. ശരിയാ നിഹാരിക. എന്താന്ന് വെച്ചാ സുജാത ആവനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. വികാസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആവനിയുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുമ്പോ അവൾ എന്തായാലും എതിരെ നിൽക്കും. അങ്ങനെ പറയല്ലേ ചേച്ചി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ആവണിയെ കിട്ടിയേ പറ്റൂ. ആക്സിഡന്റ് പറ്റിയ സ്ത്രീ നിന്റെ സമയദോഷം കണ്ടെങ്ങാനും മരിച്ചുപോയാ ആവനിയല്ല, വിയൂര് ജയിലിലൊരു സെല്ലായിരിക്കും കിട്ടുക. കാര്യങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് പോലീസിന് വല്ലതും കൊടുത്ത് മാനേജ് ചെയ്യാളിയാ. അത് പോലീസിന്റെ അടുത്തേക്ക് എത്തിയിട്ട് നോക്കിയാ പോരെ വികാസേ. നമ്മൾ നിന്നെ വെറുതെ ധൃതി പിടിക്കുന്നേ. നിന്റെ കല്യാണം എന്റെ കല്യാണം ലിങ്ക് ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യുവാ. നിന്നോട് ഒതുങ്ങി നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? 4 ദിവസം നീ പുറത്തു പോയില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കാനാ? ദയവ് ചെയ്ത് വീട്ടിൽ തന്നെ നിൽക്കാൻ നോക്ക്. ഇതൊരു അപേക്ഷയാ. ശരി, വീട്ടിൽ തന്നെ ഇരുന്നോളാം. നീ എന്തായാലും ഞങ്ങളുടെ കല്യാണക്കാരി ഒന്ന് സീരിയസ് ആയിട്ട് ആലോചിച്ചോ. ഇവൻ വന്ന അന്ന് മുതൽ ഇവിടുത്തെ മനസമാധാനം ഇല്ലാതായി. ആ ആക്സിഡന്റും വികാസിനെയും സുജാത കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ സേഫാ. ഇല്ലെങ്കിൽ ഡേഞ്ചർ സോണില്ല നമ്മള്. ദൈവകൃപ. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? അവൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ കള്ളു കുടിക്കുന്നത് ഞാൻ കണ്ടതാ. അവനെ കണ്ടപ്പോ എന്റെ മരണം ഞാൻ മുന്നിൽ കണ്ടു. ചിലപ്പോഴൊക്കെ നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് പറയാറില്ലേ? അത് തന്നെയാ സംഭവിച്ചത്.
അങ്ങനെ ഒരു ദുഷ്ടൻ 100 പേരുടെ ഇടയിൽ നിന്നാലും തിരിച്ചറിയും. അവൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണിൽപ്പെട്ട് എനിക്ക് ഉടനെ ഫോൺ ചെയ്യണം. അവനെ ഒരിക്കലും വെറുതെ വിടരുത്. തെറ്റ് അവനല്ലേ ചെയ്തത്. അങ്ങനെയുള്ളപ്പോ മിനിമം ഹ്യൂമാനിറ്റി എങ്കിലും അവൻ നമ്മളോട് കാണിക്കേണ്ടതല്ലേ. ആക്സിഡന്റ് ഉണ്ടാക്കി ഓടിപ്പോയാൽ എങ്ങനെയാ? അപ്പോ മനുഷ്യരുടെ ജീവൻ പോയാലും അതിന് വില കൊടുക്കാതെ അവിടെ നിന്ന് പോവോ? അവനെയൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതെ ചെറിയമ്മേ, അങ്ങനെയുള്ള ബാഡ് ബോയ്സിനെ വെറുതെ വിടരുത്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് അയാൾക്ക് പനിഷ്മെന്റ് കൊടുക്കണം. അവനെ നാളെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ വെച്ച് എന്റെ മുമ്പിൽ കണ്ട ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കും. ശരി, നിങ്ങൾ റെസ്റ്റ് എടുത്തോ ചേച്ചി. കിടന്നു.